നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങൾ നടത്തിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മാൻഡമസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. എല്ലാ ഓപ്ഷനും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ആ ഓപ്ഷൻ ശരിയാണ്. അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു, അതും ശരിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. അർത്ഥ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, ഇത് രണ്ടുമാണ് കാനഡ ഭരണഘടനയിൽ നിന്ന് എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഈ 2 ഓപ്ഷൻസാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു, ഈ 2 ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 21A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഭാഗം 4A. നോക്കാം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 44ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മൗലിക അവകാശങ്ങൾ.